നിക്കാഹ് കഴിഞ്ഞാൽ ഒരു ഫാത്തിഹ ഇട്ട് ദ്വാരക്കലുണ്ട്. ആ ഫാത്തിഹ ദ്വാരക്കുമ്പോഴേക്ക് വെറും കുറച്ച് ഈത്തപ്പഴവും കുറച്ച് തേങ്ങാ കഷ്ണമൊക്കെ. ആ ഫാത്തിഹ ദ്വാ ചെയ്യുന്നത് വരെ അതുകൊണ്ട് ഒരൊറ്റ കുട്ടി സ്റ്റേജിൽ വരാൻ പാടില്ല. ആ ഫാത്തിഹയും ദ്വായും കഴിയിട്ട് അതിനേക്കാളും വലുതല്ല തേങ്ങാ കഷ്ണം. ഫാത്തിഹയും ദ്വായും ഈ ദമ്പതികൾക്ക് ഖിയാമത്ത് നാൾ വരെ അവരെ ശൃംഖലയിൽ ബർക്കത്തുണ്ടാകാനും ഈ കുടുംബത്തിൽ ബർക്കത്തുണ്ടാകാനുമുള്ള ദ്വാ. ആ ദ്വാ കഴിയുന്നതിന് മുമ്പ് ഈ ഈത്തപ്പഴം തിന്നണോ, അതിൻ്റെ ഇടയ്ക്ക് ഈ തേങ്ങാ കഷ്ണം കടിക്കണോ? അപ്പോ അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആരായിരിക്കും? ഈ ദ്വാന്റെ വിരോധി ഉണ്ടാവും. ഫാത്തിഹ ദ്വാരക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, അവരായിരിക്കും അതിൻ്റെ ഉള്ളിൽ. നമ്മൾ അധികാളും പെട്ടുപോകുന്നതാണ്. കൊണ്ടുവരുന്നവരൊക്കെ അങ്ങനെയാണ് നിങ്ങൾ വിധിക്കരുത്. ഇതിന്റെ ആന്തരിക വശം ചിന്തിക്കാതെ സാധാരണക്കാരായ സുന്നികളും കൊണ്ടുവരൂ. അതെന്താണ്? അവരെ പറ്റി ചിന്തിക്കൂല. ഇത് എവിടുന്ന വന്നതെന്ന് മനസ്സിലാക്കൂല. നമ്മൾ ശരിക്കാലോചിക്കണം. നമ്മളെ പൂർവികമായി നടന്നു വരുന്ന ഒരാചാരത്തിലും